ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാങ്ങ കണ്ടപ്പോൾ തന്നെ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഓണം ഇങ്ങനെ എത്താറായി. എല്ലാവരുടെയും വീട്ടിൽ ഈ ഓണത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയോ? എങ്ങനെയാണ്? അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി 3 മീഡിയം ടൈപ്പ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ തൊണ്ട് ഹാർഡായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ തൊലി നമ്മൾ ചെത്തി കളയണം. സോഫ്റ്റ് ആണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഞാനങ്ങനെ സോഫ്റ്റായിട്ടുള്ളതായതുകൊണ്ട് അതിൻ്റെ തൊലിയൊന്നും കളയാതെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മാങ്ങ കഴുകി കഴിഞ്ഞാൽ അതിനെ ഒരു കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ അതിൻ്റെ പുറമെല്ലാം തുടച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ അച്ചാറിടാനായിട്ട്. നല്ലതുപോലെ ഈ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3 മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഉപ്പിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ ഇതിനെ മാറ്റി വെച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും അച്ചാറുണ്ടാക്കാൻ നല്ലെണ്ണയാണ് നല്ലത്. ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പം നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് പച്ച ഉലുവയാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് രണ്ടും ഒന്ന് പൊട്ടി വരണം. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ 2 വറ്റൽ മുളക്, ചുമന്ന മുളക് 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു കളറിന് വേണ്ടി മാത്രം ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഫ്ലെയിം ലോയിലാണ് കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ നമുക്ക് അച്ചാറ് പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വെളുത്തുള്ളിയൊക്കെ ഇടണമെന്നുണ്ടോ, അങ്ങനെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെളുത്തുള്ളിയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുത്ത് അതും കൂടെ മൂപ്പിച്ചെടുക്കാം. ഇതൊന്നിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്ങ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് വെച്ചിരുന്നതാണ്. ഇവിടെ എൻ്റെ 2ാമത്തെ മോന് മാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും ഈ അച്ചാർ മാത്രം മതി അവന്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓവറായിട്ട് ചൂടാക്കാൻ പാടില്ല, എങ്കിൽ ആ മാങ്ങയുടെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. കുറച്ചൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ലെണ്ണ ഇച്ചിരി കൂടുതൽ എടുത്താൽ നമുക്ക് കുറച്ച് നാളത് കേടാകാണ്ടിരിക്കും. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ നമ്മുടെ അച്ചാർ പൗഡർ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഇത് കുറച്ച് നേരം അങ്ങനെ തന്നെ കിടക്കട്ടെ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം.
ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ടോട്ടൽ ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ അച്ചാർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഓണത്തിന് അച്ചാറിടാൻ അറിയത്തില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇച്ചിരി മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇനി പൗഡർ പൊടിച്ചെടുക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ ഇപ്പോൾ കടയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ട് ഇതുപോലെ അച്ചാർ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വീട്ടിൽ പൊടിച്ചെടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ്. നല്ലതുപോലെ ഇത് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 1-2 കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ഒന്ന്, മാങ്ങ കഴുകിക്കഴിഞ്ഞാൽ നല്ലതുപോലെ തുടച്ചതിന് ശേഷം മാത്രം അച്ചാറിടാനായിട്ട് എടുക്കുക. അതുപോലെ ഇത് നമ്മളൊരു എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലോ മറ്റോ ഇട്ട് വയ്ക്കുമല്ലോ. എന്നതിന് ശേഷം പിള്ളേരൊക്കെ ആണെങ്കിലും പോയി എടുക്കുമ്പോഴത്തേക്ക് സ്പൂണിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് തന്നെ എടുക്കാനായിട്ട് പറയണം. അപ്പോൾ അത് കുറച്ച് നാളിങ്ങനെ കേടാകാണ്ടിരുന്നോളും. ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാവേ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്